പാപത്താൽ മലീമസമാക്കപ്പെട്ട ഈ ലോകത്തിൽ പാപത്തിൻ്റെ തിക്താനുഭവങ്ങളിലൂടെ കഷ്ടപ്പെട്ട് കടന്നു പോകേണ്ടി വരുന്ന ഏതൊരു വ്യക്തിക്കും ആശ്വാസം നൽകുന്ന അറിവാണ് ദൈവം തന്നെ ഓർക്കുന്നു എന്നുള്ളത്. ന്യായവിധിയുടെ ജലപ്രളയത്തിൽ ആയിരുന്ന നോഹയെയും കുടുംബത്തെയും ദൈവം ഓർത്തു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നോഹയ്ക്ക് ആ ഭാഗ്യം എങ്ങനെ കിട്ടി എന്നതാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുവല്ലോ. 7-ാം അധ്യായത്തിൽ നോഹ, അവൻ്റെ കുടുംബം, ദൈവം പറഞ്ഞ മൃഗങ്ങൾ എല്ലാം പെട്ടകത്തിൽ പ്രവേശിക്കുന്നതാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഒരു ഒന്നാന്തരം ഉദാഹരണം. ഇന്നത്തെ ജീവസന്ദേശ പഠനത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപ അനുഭവിപ്പാൻ തുടർന്ന് ശ്രദ്ധിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം നോക്കുമെങ്കിൽ ഞാൻ അതിൽ നിന്നും ചില വാക്യങ്ങൾ വായിക്കുവാൻ പോകുകയാണ്. 1-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നോഹയെ നീതിമാനായി ദൈവം കണ്ടത്? അത് വിശ്വാസത്താലായിരുന്നു. അവനിലുണ്ടായിരുന്ന വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം. പിന്നീട് അബ്രഹാമിനെ തന്റെ വിശ്വാസത്താൽ ദൈവം നീതിമാനായി കണ്ടു എന്ന് നാം വായിക്കുന്നു. നോഹയെയും അവന്റെ വിശ്വാസത്താൽ ദൈവം നീതിമാനായി എണ്ണി. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത്, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നത്രേ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. നോഹ യഹോവയിൽ വിശ്വസിച്ചു, അത് യഹോവ അവന് നീതിയായി കണക്കിട്ടു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, വിശ്വാസത്താൽ നോഹ ഒരു പെട്ടകം തീർത്തു എന്നാണ്. ദൈവം അവനെ രക്ഷിച്ചതിന്റെ കാരണം അതത്രേ. ഈ ന്യായവിധിയുടെ കാലം അത്രയും ദൈവം ഈ മനുഷ്യനോട് എത്രമാത്രം കൃപാലുവായിരുന്നു എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വരിക, പെട്ടകത്തിൽ കടക്ക എന്ന് നോഹയോട് പറയുന്ന ദൈവശബ്ദമാകുന്നു. സകല മാനവജാതിക്കും യേശു കർത്താവ് നൽകുന്ന ക്ഷണം ഇതത്രേ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നമുക്ക് സുപരിചിതമാണല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ വാതിൽ അടച്ചു. യഹോവ സുരക്ഷിതത്വം കൊടുക്കുന്നു എന്നത് താൽപര്യജനകമായ കാര്യമല്ലേ? ഒടുവിലായി 8-ാം അധ്യായം ആരംഭിക്കുന്നത് ദൈവം നോഹയെ ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും എത്ര അത്ഭുതകരമായിരിക്കുന്നു. വേണമെങ്കിൽ നോഹയെ പരിപൂർണമായും ദൈവത്തിന് മറക്കാമായിരുന്നു. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം അവന് പറയാമായിരുന്നു, അയ്യോ, ആ വ്യക്തിയെ ഞാൻ പൂർണ്ണമായും മറന്നു കളഞ്ഞല്ലോ, അവനെ ആ ഒരു പെട്ടകത്തിലാക്കിയിട്ട് ഞാൻ ആ കാര്യം വിട്ടുപോയല്ലോ, വളരെ തിരക്കായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് വലിയ അപരാധമായി പോയേനെ. എന്നാൽ ദൈവം മറന്നില്ല. ദൈവം നോഹയെ ഓർത്തു. ഒരു കാര്യം ഓർക്കണം, ദൈവം ഒരിക്കലും നമ്മെ മറക്കില്ല. അവിടുന്ന് താങ്കളെ ഓർക്കുന്നു. അവിടുന്ന് ഓർക്കാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ നിങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ് അവന്റെ അടുത്തേക്ക് രക്ഷയ്ക്കായി വരുമ്പോൾ നിങ്ങളുടെ പാപം അവൻ ഒരിക്കലും ഓർക്കില്ല. പിന്നെ അത് വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. ഇപ്പോൾ ഇതാ നോഹയും അവന്റെ കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുന്നു. ഓരോ മതക്കാർക്കും ഓരോ സംസ്കാരങ്ങൾക്കും സൃഷ്ടിയെക്കുറിച്ച് ഓരോ കഥയുള്ളതുപോലെ തന്നെ നോഹയെക്കുറിച്ചും ജലപ്രളയത്തെക്കുറിച്ചും ഓരോരോ കഥകൾ പ്രചാരത്തിലുണ്ട്. പലതും യുക്തിക്ക് യോജിക്കുന്നതുമല്ല. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവം ഇതൊരു ന്യായവിധിയായിരുന്നു എന്നത്രേ വ്യക്തമാക്കുന്നത്. ദൈവം വഴിതെറ്റിപ്പോയ മനുഷ്യനെ ന്യായം വിധിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. 7-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2 ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്തുകൊള്ളണം. ഇപ്പോൾ നാം വായിച്ചു കേട്ടത് പലർക്കും ഒരു വലിയ പ്രശ്നമാണ്. 6-ാം അധ്യായത്തിൽ നാം പഠിച്ചു കഴിഞ്ഞതാണ് സകല ജീവികളിൽ നിന്നും ഈരണ്ടീരണ്ടിനെ പെട്ടകത്തിൽ കയറ്റണമെന്ന്. ഇവിടെ ഒരു വൈരുദ്ധ്യമല്ലേ എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്? ബൈബിളിൽ തെറ്റില്ലെന്ന് ആര് പറഞ്ഞു?
നല്ല ചോദ്യം തന്നെ. എന്നാൽ ഇതിനൊരു മറുപടി വേണമെങ്കിൽ വളരെ എളുപ്പമാണ്. നോഹ പെട്ടകത്തിൽ നിന്നും വെളിയിൽ വന്ന സമയം തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ അവൻ ശുദ്ധിയുള്ള മൃഗങ്ങളെ യാഗം കഴിച്ചു. 2-ലധികം ശുദ്ധിയുള്ള മൃഗങ്ങളെ പെട്ടകത്തിൽ കയറ്റിയില്ലായിരുന്നെങ്കിൽ യാഗത്തിന് അവന് എവിടെ നിന്ന് മൃഗങ്ങളെ കിട്ടുമായിരുന്നു? ശുദ്ധിയുള്ളവയിൽ നിന്ന് മാത്രമേ അവൻ 7 വീതം എടുത്തുള്ളൂ എന്നോർക്കണം. ഇനിയും സംശയമുണ്ടോ? ശുദ്ധിയില്ലാത്തവ ഈ 2, അതായത് ഒരാണും ഒരു പെണ്ണും. ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 അത് ശുദ്ധിയുള്ളവയായിരുന്നല്ലോ. അതുകൊണ്ടാണ് അവിടെ 7 കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. അതെ, ആ 7 ദിവസം ലോകത്തിന് ആ പെട്ടകത്തിന്റെ വാതിലിൽ മുട്ടുവാൻ സാവകാശമുണ്ടായിരുന്നു. ഇവിടെ തുറന്നു പറഞ്ഞാൽ അവർക്ക് അങ്ങനെ അകത്ത് പ്രവേശിക്കുവാൻ നല്ലൊരു അവസരമുണ്ടായിരുന്നു. ആ വാതിലിൽ മുട്ടിയിരുന്നെങ്കിൽ ദൈവം അവരെ രക്ഷിച്ചേനേയും എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമായിരുന്നു. നോഹയുടെ സമയത്തെ ജലപ്രളയം ഒരു കെട്ടുകഥയാണെന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമം വളരെയാണ്. പക്ഷേ അങ്ങനെ ശ്രമിക്കുന്നവരുടെ വിശദീകരണം ഈ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അവിശ്വസനീയമായ കഥയായിത്തീരുന്നു എന്നതാണ് വാസ്തവം. ഓരോ വിശദീകരണത്തിലൂടെയും പോകുവാൻ എനിക്ക് സാധ്യമല്ല. അത് വിശ്വസിക്കുവാൻ നാം പഠിച്ച ഭാഗം തന്നെ വളരെയാകുന്നു എന്നതല്ലേ സത്യം? ഞാൻ ഇനിയും 7-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരട്ടെ. 23-ാം വാക്യം, ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. ഈ പറഞ്ഞിരിക്കുന്നതിന് പകരം അന്നത്തെ ആ ജലപ്രളയം ടൈഗ്രീസ് യൂഫ്രട്ടീസ് താഴ്വരയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അനേകം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഇന്നോളം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നവർ ആ ജലപ്രളയത്തെ ഒരു നീന്തൽ കുളമാക്കി, അത്രമാത്രം. അവർ പറയുന്നത് വേറെ ഏതോ ജലപ്രളയത്തെക്കുറിച്ചാകും. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്ന ജലപ്രളയം ഭൂമിയെ മുഴുവൻ ബാധിച്ച ഒന്നായിരുന്നു എന്നുള്ളത് ദൈവവചനം വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഭൂമി മുഴുവനും ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്തു. ദൈവം നോഹയോട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞത്, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. അന്ന് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഭാരതത്തിലെ ഈ ദിക്കുകളിലെല്ലാം മനുഷ്യർ പാർക്കുന്നുണ്ടായിരുന്നു എന്നത്രേ. ജലപ്രളയം സർവ്വലോകത്തെയും ബാധിച്ചിരുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ വേറൊരു പ്രശ്നത്തിനും കൂടി നിങ്ങൾ മറുപടി നൽകേണ്ടതുണ്ട്. അതായത് നോഹയെ കൂടാതെ മറ്റാരിൽ കൂടെങ്കിലുമൊക്കെ മനുഷ്യകുലം വീണ്ടും ആരംഭിച്ചു എന്ന്. എന്നാൽ ദൈവവചനം അങ്ങനെ പറയുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ബൈബിൾ പറയുന്നത് അതുപോലെ അംഗീകരിക്കണം, അല്ലാത്ത പക്ഷം ദൈവവചനത്തെ തള്ളിക്കളയണം. എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുവാൻ പാടില്ല. പ്രാദേശികമായ ഒരു ജലപ്രളയം മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നിങ്ങൾ ദൈവവചനത്തെ തള്ളിക്കളയുകയാണ്. ഭൂമി മുഴുവൻ വ്യാപിച്ച ഒരു വലിയ ജലപ്രളയം. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു എന്ന് 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഏകദേശം അരവർഷം, അതായത് 5 മാസം വെള്ളം ഭൂമിയിൽ പൊങ്ങിക്കൊണ്ടിരുന്നു. പലരും വാദിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്നത് പോലെ വലിയ വിപത്തുണ്ടായി, എന്തെങ്കിലും ന്യായവിധി ഉണ്ടായി എന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ല പോലും. ഈ കാര്യത്തിൽ ദീർഘമായ ഒരു വിശദീകരണത്തിന് ഞാൻ ആളല്ല. എന്നാൽ ഇതുപോലുള്ള പരിഹാസികൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ പത്രോസ് മുന്നറിയിപ്പ് നൽകിയതിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ എനിക്ക് തരമില്ല. പത്രോസ് തന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ പറഞ്ഞത്, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ഉൽപ്പത്തി പുസ്തകത്തെ വളരെയധികം അവിശ്വസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അനേകർ ഇന്നുമുണ്ട്. എന്നാൽ
ദൈവവചനം ഉള്ളതുപോലെ വിശ്വസിക്കുന്നതാണ് അനുഗ്രഹം. അതാണ് നമ്മെ കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കുന്നത്. ഇനിയും 8-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മഴ നിൽക്കുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് 8-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയും നിന്നു, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ജലപ്രളയം ഉണ്ടായതു മാത്രമല്ല, വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നതും നിലച്ചതും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നോഹയെ ഓർത്തു എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എത്ര മനോഹരമായ ഒരു അവതരണമാണ് അവിടെ കാണുന്നത്. ദൈവം നമ്മെ ഓർക്കുന്നവനാണ്. പ്രതികൂലങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന തൻ്റെ മക്കളെ ഓർക്കുന്ന ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ഇത് ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. എന്നിട്ട് 261 ദിവസങ്ങൾ വെള്ളം ഇറങ്ങിപ്പോകുവാനായിട്ടെടുത്തു. ഇത് കേട്ടിട്ട് ഏതെങ്കിലും പ്രാദേശികമായുള്ള ഒരു ജലപ്രളയമായിരുന്നു ഇത് എന്ന് തോന്നുന്നുണ്ടോ? ഒരു ചെറിയ വെള്ളപ്പൊക്കം. അതിനേക്കാൾ വളരെ കൂടുതൽ തന്നെയായിരുന്നു നോഹയുടെ സമയത്തുണ്ടായത് എന്ന് ഇവിടെ ശ്രദ്ധേയമാണ്. 5ഉം 6ഉം വാക്യങ്ങളിൽ നാം കാണുന്നു. 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ തൻ പെട്ടകത്തിനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. ജലപ്രളയത്തിന്റെ അവസാനം ഈ പറഞ്ഞതാകുന്നു എന്ന് കാണാവുന്നതത്രേ. നോഹ ഇനിയും ചെയ്യുന്നതെന്തെന്ന് ശ്രദ്ധിക്കുക. 7ഉം 8ഉം വാക്യങ്ങൾ. അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്നറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു. ഇവിടെ നോഹ പക്ഷികളെ പഠിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നെന്ന് തോന്നുന്നില്ലേ? അവനിതാ 2 പക്ഷികളെ പഠിക്കുന്നു, അയക്കുന്നു. ആദ്യം ഒരു മലങ്കാക്ക, പിന്നീട് ഒരു പ്രാവ്. അവ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. 9ഉം 10ഉം 11ഉം 12ഉം വാക്യങ്ങൾ, 9 മുതൽ 12 വരെ. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ച് തന്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല. ഇവിടെ ഈ മലങ്കാക്കയുടെയും പ്രാവിന്റെയും കാര്യം പറഞ്ഞിട്ടുള്ളിടത്ത് ഒരു വലിയ ആത്മീയ സത്യം നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 വർഷത്തിലധികം പെട്ടകത്തിൽ ചെലവഴിച്ചതിന് ശേഷം നോഹ ഒരു മലങ്കാക്കയെ വെളിയിലേക്ക് അയച്ചു. എന്നാൽ അതൊരിക്കലും മടങ്ങി വന്നില്ല. എന്നാൽ പ്രാവ് പല പ്രാവശ്യം തിരികെ വന്നെന്ന് മാത്രമല്ല, അതിന്റെ ചുണ്ടിൽ ഒരു പച്ച ഒലിവിലയും കൊണ്ടുവന്നു. പ്രാവും ഒലിവിലയും എല്ലായ്പ്പോഴും സമാധാനത്തിന്റെ പ്രതീകമായിരിക്കുന്നത് എന്തെന്ന് എനിക്കറിയില്ല. എന്നാൽ അവ അങ്ങനെ തന്നെ ആകുന്നു. പ്രാവ് വീണ്ടും വന്നതിന്റെ ദൂത് അത് തന്നെയാണോ എന്ന് കൃത്യമായി പറയുവാൻ എനിക്ക് സാധ്യമല്ല. എന്നാൽ പ്രാവ് മടങ്ങി വരാതെ ഇരുന്നപ്പോൾ ന്യായവിധി കഴിഞ്ഞു എന്നും ഭൂമിയിൽ സമാധാനം കൈവന്നു എന്നുമുള്ളതിന്റെ അടയാളമായിരുന്നു അതെന്ന് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ പെട്ടകത്തിൽ നിന്നും വെളിയിലേക്ക് വന്ന മനുഷ്യർ ഭൂമിയുടെ മേൽ ജലപ്രളയത്താൽ ന്യായവിധി അയക്കുവാൻ തക്കവണ്ണം ദൈവത്തെ കോപിപ്പിച്ച ആദാമ്യ സന്തതിയുടെ അതേ നിലവാരത്തിലുള്ളവർ തന്നെയായിരുന്നു. ജലപ്രളയത്തിന് ശേഷവും മനുഷ്യരിൽ കാര്യമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ കാണുവാൻ പോവുകയാണ്. വാസ്തവത്തിൽ ഇന്നോളം അങ്ങനെ തന്നെയാണല്ലോ. ശിക്ഷ വരുമ്പോൾ, ന്യായവിധി വരുമ്പോൾ കരഞ്ഞു വിളിക്കും, അത് പോകുമ്പോൾ പഴയപടി.
യാതൊരു കാരണവശാലും താങ്കൾ തള്ളിക്കളയരുതാത്തൊരു വലിയ ആത്മീയ സത്യം ഇവിടെയുണ്ട്. ഇവിടെ നോഹ പക്ഷികളുമായുള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ മലങ്കാക്കയെ അയക്കുന്നു, അത് മടങ്ങി വരുന്നില്ല. എന്തുകൊണ്ടാണ് ആ മലങ്കാക്ക മടങ്ങി വരാഞ്ഞത്? ഊഹിക്കാനുള്ളതേ ഉള്ളൂ. മലങ്കാക്ക സാധാരണ ഭക്ഷിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ചീഞ്ഞതും വൃത്തികെട്ടതുമായതൊക്കെയാണ് അത് തിന്നുന്നത്. ജലപ്രളയത്തിൽ ചത്ത ഒട്ടനവധി ജീവികളുടെ ജഡം ഒഴുകി നടന്നിരിക്കും. കാക്കയ്ക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണല്ലോ അത്. അവൻ ആർത്തിയോടെ അവയൊക്കെ തിന്ന് നടന്നു കാണും. അവൻ വലിയൊരു വിരുന്ന് സദ്യയിൽ പങ്കുകൊണ്ടിരുന്നതിനാലാണ് പെട്ടകത്തിലേക്ക് മടങ്ങി വരാതിരുന്നത്. അവന് വളരെ കുശാലായ സമയമായിരുന്നു അത്. ഒരു കാര്യം കൂടെ ഓർക്കണം, അതായത് ഈ കാക്കയെ ഒരു ശുദ്ധിയില്ലാത്ത പക്ഷിയായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. എന്നാൽ പ്രാവിനെ ശുദ്ധിയുള്ള പക്ഷിയായിട്ടാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളെ നോഹ പെട്ടകത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നോർക്കണം. പ്രാവ് ദൂതുമായി തിരികെ വന്നു. വീട്ടിൽ വളരുന്ന ഒരു പക്ഷിയായിരുന്നല്ലോ അത്. മൂന്നാമത്തെ പ്രാവശ്യം പ്രാവ് മടങ്ങി വരാതിരുന്നപ്പോൾ ഭൂമിയിൽ നിന്നും വെള്ളം ഇറങ്ങിയെന്നും ന്യായവിധി കഴിഞ്ഞുവെന്നും നോഹയ്ക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ബൈബിളിലെ എല്ലാ വലിയ സത്യങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിൽ ഉറ്റ ചേർച്ചയുള്ളതായി നമുക്ക് കാണാവുന്നതാണെന്ന്. ഒരു വിശ്വാസിക്ക് 2 സ്വഭാവങ്ങളുണ്ടെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് പഴയത്, മറ്റേത് പുതിയത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ശുദ്ധവും അശുദ്ധവും ഒരുമിച്ചായിരിക്കുന്നു. വിശ്വാസികളായ നിങ്ങൾക്കും എനിക്കും ഈ 2 സ്വഭാവങ്ങളുമുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന്. യോഹന്നാൻ 3:6. പൗലോസ് എഴുതുന്നത്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. റോമർ 7:18. 2 സ്വഭാവങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടത്തെക്കുറിച്ച് പൗലോസ് സംസാരിച്ചു. ഒരു വിശ്വാസിയുടെ പഴയ സ്വഭാവവും പുതിയ സ്വഭാവവും തമ്മിൽ ഇന്നും വലിയ പോരാട്ടമാണ്. മലങ്കാക്ക ന്യായവിധി നടന്നുകൊണ്ടിരുന്ന ഒരു ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നാൽ അവൻ അവിടെ വലിയ ഒരു വിരുന്ന് കണ്ട് സന്തോഷിച്ചു. ഉല്ലാസത്തിന്റെ സമയം, മൃഷ്ടാന്ന ഭോജനത്തിന് ആവശ്യത്തിലധികം ശവശരീരങ്ങൾ, അതായിരുന്നല്ലോ കാക്കയ്ക്കിഷ്ടവും. അവൻ പറന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതാ വലിയൊരു ആന ചത്തുകിടക്കുന്നു. ദുർഗന്ധം വമിക്കുന്ന ആ ആനയുടെ ജഡം കാക്കയ്ക്കെന്തൊരു രസമായി. ശല്യപ്പെടുത്തുവാനും വേറെ ആരുമില്ല. അവനത് ഒരു വലിയ സദ്യയാക്കി. എന്തൊരു മൃഷ്ടാന്ന ഭോജനമായിരുന്നു. എവിടെ തുടങ്ങണമെന്നറിയാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടന്ന് തുള്ളിച്ചാടിക്കാണും. വിശ്രമമില്ലാതെ നാറുന്നതിന്റെ മധ്യയുള്ള മതിച്ചുള്ള ഒരു പോക്ക്. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഇത് പഴയ സ്വഭാവത്തിന്റെ ചിത്രമാകും. ആ മലങ്കാക്കയുടെ പോലെയാണ് പഴയ സ്വഭാവം. പഴയ സ്വഭാവം ലോകത്തിന്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരായുള്ള കാര്യങ്ങൾ, നന്മയല്ലാത്ത കാര്യങ്ങളാണ് അതിനിഷ്ടം. അത് മാത്രമല്ല, അതിൽ ഉല്ലാസം കണ്ടെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥന പോലും ഉപേക്ഷിച്ചിട്ട് ഇന്ന് അനേകർ മണിക്കൂറുകൾ ടെലിവിഷന്റെ മുമ്പിൽ വൃഥാ സമയം ചെലവഴിക്കുന്നത്. പലരും വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് വരികയില്ല. കാരണം വേറെ ഉല്ലാസത്തിനുള്ള മാർഗമുണ്ടല്ലോ. നിങ്ങളുടെ ആ നല്ല ഉപാധി വിലപ്പോവില്ല സുഹൃത്തെ. നിങ്ങളുടെ പ്രശ്നം നിങ്ങളിൽ ആ പഴയ സ്വഭാവം ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ അതൊരു ഉപാധിയായി എടുക്കുവാൻ പാടില്ല. കാരണം നിങ്ങളുടെ പഴയ സ്വഭാവത്തിൽ ഒരിക്കലും ജീവിക്കുവാൻ പാടില്ല. അത് നന്മയല്ല. ഒരു നിമിഷം ചിന്തിക്കൂ, ഇന്നത്തെ നിങ്ങളുടെ ചിന്തകൾ അശുദ്ധമായവയാണോ അതോ ദൈവിക കാഴ്ചപ്പാടോടുകൂടിയതാണോ? എന്തെല്ലാം ഹീനമായ കാര്യങ്ങളിലാണ് നിങ്ങൾ ഇന്ന് ആനന്ദം കണ്ടെത്തുന്നത്? അവയെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാണോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് അത് എത്ര ആനന്ദം നൽകുന്നതാണെങ്കിൽ തന്നെയും വേണ്ടെന്ന് വയ്ക്കൂ. എത്ര രസമായി തോന്നുന്നെങ്കിൽ തന്നെയും വേണ്ടെന്ന് വയ്ക്കൂ. എത്ര ലാഭമായി നിങ്ങൾക്ക്
അത് തോന്നുന്നുവെങ്കിലും വേണ്ട എന്ന് വെക്കൂ. ദൈവവചനം പഠിക്കുവാനുള്ള സമയം കൂടി നിങ്ങൾ ഇപ്പോൾ പലതിനായി മാറ്റിവെച്ചിരിക്കുകയാണല്ലേ? കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇന്ന് സമയമുണ്ടോ? അശുദ്ധിയിൽ അഴിഞ്ഞാടുകയാണ് മനുഷ്യർ. പ്രാവ് ന്യായവിധി നടന്ന ഒരു ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നാൽ അവൾ അവിടെ ഒരു സ്വസ്ഥതയും കണ്ടെത്തിയില്ല, ഒരു സംതൃപ്തിയും അവൾക്ക് ലഭിച്ചില്ല. അങ്ങനെ അവൾ പെട്ടകത്തിലേക്ക് മടങ്ങി വരുന്നു. ലോകത്തിൽ വസിക്കുന്ന ഒരു ദൈവ പൈതൽ ആണ് പ്രാവ്. ആ മലങ്കാക്കയ്ക്ക് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ലോകത്തെ സ്നേഹിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുവാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ആ ശവങ്ങളെല്ലാം കൂടി കണ്ടപ്പോൾ ആ മലങ്കാക്ക ഒരുപക്ഷെ ചിന്തിച്ചു കാണും, 1000 ആണ്ട് വാഴ്ച ആരംഭിച്ചു എന്ന്. എന്തൊരു സന്തോഷം! ഈ അഴിഞ്ഞാട്ടത്തിനിടയിൽ അവരും പറയുന്നത്, സ്തോത്രം കർത്താവേ, അവിടുന്ന് എനിക്കായി കനിഞ്ഞു നൽകിയതാണല്ലോ ഇത്, അതും മറ്റാരെയും ഇവിടേക്ക് അയക്കാതെ എനിക്ക് മാത്രമായി തന്നല്ലോ, സ്തോത്രം സ്തോത്രം. ഇതുപോലുള്ള ഒരു പോക്കല്ലേ നാം മനുഷ്യരുടെ ഇടയിൽ ഇന്ന് കാണുന്നത്? ദൈവം പറയുന്നത് തെറ്റ് എന്നും തെറ്റാണ് എന്നത്രേ. അത് എവിടെയാണെങ്കിലും തെറ്റാണ്. ഒരു വിശ്വാസിയോട് പറഞ്ഞിരിക്കുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്നാണ്. നിങ്ങളും ഞാനും ഇന്ന് ജീവിക്കുന്നത് ന്യായം വിധിക്കപ്പെട്ട ഒരു ലോകത്തിലാണ്. നാം ലോകത്തിലാണെങ്കിലും ലോകക്കാരല്ല. നാം ഈ ലോകത്തെ ഉപയോഗിക്കേണ്ടതാണ്, പക്ഷേ ദുരുപയോഗപ്പെടുത്തുവാൻ പാടില്ല. ഈ ലോകവുമായി നാം സ്നേഹത്തിലാകുവാൻ പാടില്ല. പിന്നെയോ ഈ ലോകത്തിലുള്ള നഷ്ടപ്പെട്ടവരെ ദൈവത്തിനായി നേടുവാനും ദൈവവചനം അവരെ പഠിപ്പിക്കുവാനും നാം ഒരുങ്ങേണ്ടതാണ്. ദൈവവചനം മാത്രമായിരിക്കട്ടെ നമ്മുടെ ആത്മീയ ആഹാരം. സുഹൃത്തെ, 13-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. 601 സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നത് കണ്ടു. ഇത് നമ്മെ 261 ദിവസങ്ങളിലാണ് കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജലപ്രളയത്തിന്റെ മൊത്തം സമയം 371 ദിവസങ്ങളായിരുന്നു. ഒരു വർഷത്തിൽ ഒരല്പം കൂടുതൽ. അത് വീണ്ടും ദൈവവചനത്തിലെ പ്രസ്താവനയെ സ്ഥിരീകരിക്കുന്നതാണ്. അതായത് ജലപ്രളയം ഭൂമി മൊത്തം ഉണ്ടായിരുന്നു എന്നും, അല്ലാതെ ഒരു നീന്തൽക്കുളം നിറയുവാൻ മാത്രമുള്ള ഒരു വെള്ളപ്പൊക്കം ആയിരുന്നില്ല എന്നുമാണ് ഇത് നമ്മെ കാണിക്കുന്നത്. ജലപ്രളയത്തെ സംബന്ധിക്കുന്ന അനേകം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പല കണ്ടുപിടുത്തങ്ങളുമുണ്ട്. ഡോക്ടർ ജെ ഷെല്ലി എന്ന പ്രമുഖ വ്യക്തിയുടെ ചില വാക്കുകൾ ഉദ്ധരിക്കുവാൻ ഞാനിവിടെ ആഗ്രഹിക്കുക. അദ്ദേഹത്തിന്റെ പക്ഷം ജലപ്രളയം ഭൂമി മുഴുവൻ ഉണ്ടായിരുന്നു എന്നത്രേ. അദ്ദേഹം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇതിന്റെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന ഉദാഹരണം വംശനാശം സംഭവിച്ച മഹാമൃഗങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ്. ഈ മഹാമൃഗങ്ങളുടെ അസ്ഥികൂടങ്ങളും മറ്റും ടുണ്ട്ര, സൈബീരിയ, ഏഷ്യ ഭൂഖണ്ഡത്തിലുടനീളം, അലാസ്കയുടെയും കാനഡയുടെയും വടക്ക്, അങ്ങനെ അനേകം സ്ഥലങ്ങളിൽ കട്ടിയായി ഊറൽ മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ചതുപ്പ് നിലങ്ങളിലോ താഴ്വരകളിലോ താണുപോയതായിട്ടല്ല അവയെ കണ്ടിരിക്കുന്നത്. പിന്നെയോ ഉയർന്ന സ്ഥലങ്ങളിൽ കൂട്ടമായി, അതായത് 100 കണക്കിനും 1000കണക്കിനുമായിട്ടാണ് അവയെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മഹാമൃഗങ്ങളെ പരിശോധിച്ചപ്പോൾ അവ വെള്ളം കുടിച്ച് ചത്തതായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അവ ചതുപ്പു നിലത്തിൽ താണുപോയപ്പോൾ ചത്തതായിരുന്നുവെങ്കിൽ വിശന്ന് ചത്തതാകുമായിരുന്നല്ലോ. വളരെ വടക്കോട്ട് പോവുകയാണെങ്കിൽ ഉത്തര ധ്രുവരേഖയ്ക്കടുത്തുള്ള പല ദ്വീപുകളിലും മണ്ണ് കുഴിച്ച് ചെന്നപ്പോൾ കാണുവാൻ സാധിച്ചത് വംശനാശം സംഭവിച്ച പല മൃഗങ്ങളുടെയും ഗുഹക്കരടികളുടെയും കസ്തൂരിക്കാളകളുടെയും മറ്റും അസ്ഥികൾ കൂടിക്കലർന്നു കിടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മരങ്ങളും വേരുകളുമൊക്കെ കാണുവാനുണ്ടായിരുന്നു. ഇന്ന് ആ പ്രദേശങ്ങളിലെങ്ങും ഒരു മരവുമില്ല. അതിനോട് ഏറ്റവും അടുത്തുണ്ടെന്ന് പറയുവാൻ 100 കണക്കിന് 1000കണക്കിന് മൈലുകൾക്കപ്പുറത്തുള്ള വൃക്ഷങ്ങളെ ഉള്ളൂ. വർഷത്തിൽ ഏതാണ്ട് 3 മാസങ്ങൾ മാത്രം വളരുന്നതായ മുരടിച്ച കുറ്റിച്ചെടികൾ ഈ പറഞ്ഞ മഹാമൃഗങ്ങൾക്ക് തിന്നുവാൻ കഴിയുമായിരുന്നില്ല. അഥവാ അങ്ങനെ തിന്നാൽ തന്നെ 100 ചതുരശ്ര മൈലിനുള്ളിലുള്ള ചെടികളെല്ലാം കൂടി തിന്നാലും ഈ പറഞ്ഞ ആന പോലുള്ള വലിയ മൃഗങ്ങളിൽ ഒന്നിനും 1 മാസം ജീവിക്കുവാനുള്ളതില്ലായിരുന്നു. ഇപ്പോൾ കണ്ടുപിടിച്ച മൃഗങ്ങളുടെ വയറ്റിൽ കണ്ട ഭക്ഷണം പൈനും അതുപോലുള്ള വൃക്ഷങ്ങളുടെ ശിഖരങ്ങളുമാണ്. ഈ പറഞ്ഞ ഊറൽ മണ്ണ് മൃദുലമായിരുന്ന അവസരത്തിൽ മൃഗങ്ങൾ ജീവനോടെ അതിനകത്ത് കുഴിച്ചിടപ്പെട്ടതുപോലെ ആണ് കാണുന്നത്. അവയും ഊറൽ മണ്ണും ഉടനെ വിറങ്ങലിച്ചു പോകുകയും പിന്നീട് ഒരിക്കലും മഞ്ഞു മാറി ആ സ്ഥിതിയിൽ ആകാതെയും ഇരുന്നതാണ്.
കാരണം അവ ചീഞ്ഞതിൻ്റെ ഒരു ലക്ഷണവുമില്ല. 1000 വർഷത്തിലുപരിയായി ഈ മഹാമൃഗങ്ങളുടെ കൊമ്പുകൾ ലണ്ടൻ തുറമുഖത്ത് വിൽക്കപ്പെടുന്നു. ഒരു കേടും സംഭവിക്കാത്തതായുള്ള അവയവങ്ങൾ ലഭിക്കുന്നു എന്നത് ആശ്ചര്യജനകമാണ്. എത്ര വലിയൊരു കണ്ടുപിടുത്തമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഇതാ ഇവിടെ നിങ്ങളെ മറിച്ച് വിശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം തെളിവുകൾ. ഇന്ന് വചനം ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. ഓരോ ദിവസവും ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നതിന് നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് ഞാൻ നന്ദി അറിയിക്കട്ടെ. തുടർന്നും ഈ പഠനം ശ്രദ്ധിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.